അത് മാത്രമാണോ എം പി ചെയ്തത്? കൊല്ലം ചെങ്കോട്ട വർഷമായി 15 വർഷമായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരു എം പി മാവേലിക്കരയിൽ ഒരു സ്റ്റോപ്പ് അനുവദിച്ചു എന്നത് മാത്രമാണോ നേട്ടം? കൊല്ലം ചെങ്കോട്ട റെയിൽപാത അത് മീറ്റർ ഗേജ് ആയിരുന്നത് ബ്രോഡ് ഗേജ് ആക്കി മാറ്റിയത് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ശ്രമഫലമായിട്ടാണ്. നിരവധിയായ ട്രെയിനുകൾ ഇവിടെ നിന്ന് മധുരയ്ക്കും കന്യാകുമാരി, പറയാം പുനലൂർ ഗുരുവായൂർ ട്രെയിൻ, പുനലൂർ കന്യാകുമാരി, പുനലൂർ മധുര, പാലക്കാട്, അതുപോലെ പുനലൂർ ട്രെയിൻ, വേളാങ്കണ്ണി പുനലൂർ ട്രെയിൻ, അതുപോലെ തന്നെ അത് കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ബി ജെ പിക്കാർ കേട്ടിട്ടില്ല. എഗ്മൂർ എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനുകൾക്ക് ചെങ്ങന്നൂർ അതുപോലെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിരവധി റെയിൽവേ സ്റ്റേഷനുകൾ 3 ജില്ലകളിലായി കിടക്കുമ്പോ ഈ കോവിഡ് കാലത്ത് 5 കോടി രൂപ ഉണ്ടായിരുന്നത് 2 കോടി രൂപയായി വികസന പ്രവർത്തനങ്ങൾക്ക് നിജപ്പെടുത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ വരുമ്പോ 3 കളക്ടറേറ്റുകളായി ഈ ഫയലുകൾ കുടുങ്ങി കിടക്കുമ്പോൾ 3 കളക്ടർമാരുടെ അനുമതി മേടിക്കേണ്ടി വരുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിൽ ഈ ഇടതുപക്ഷ സർക്കാരും ബിജെപിയും കൂടെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെ എം പിമാരെ വരുംകാലങ്ങളിൽ വികസനത്തിന് ഒരു സഹായവും നൽകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും. ഒറ്റ ചോദ്യം. കഴിഞ്ഞ 15 വർഷമായിട്ട് മണ്ഡലത്തെ പ്രതികരിക്കുന്ന എം പി ആണല്ലോ. കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തിന് വേണ്ടി പോട്ടെ, കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ എം പി? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ച എം പി കേരളത്തിന് വേണ്ടി കേരളത്തിനും ഈ പാർലമെന്റിലെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിച്ചത് അത് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആണെന്ന് അരുൺ തന്നെ ഇവിടെ കേരളത്തിന് വേണ്ടി ഞാൻ പറയട്ടെ. രോഹിത് വെമുല അടക്കം ആത്മഹത്യ ചെയ്തപ്പോ കേന്ദ്ര സർവകലാശാലയിൽ ഒരു പാവപ്പെട്ട രോഹിത് വെമുല അടക്കം ആത്മഹത്യ ചെയ്തപ്പോ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന് സെക്രട്ടേറിയറ്റ് പഠിക്കലും ഡൽഹിയിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിലും സമരം ചെയ്ത നോക്കൂ ജെയിംസേ, വോട്ടർമാർ അസ്വസ്ഥരാണ്. വോട്ടർമാർക്ക് പെൻഷൻ കിട്ടുന്നില്ല, അവരുടെ കയ്യിൽ പണമില്ല, വിലക്കയറ്റമാണ്. ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ ഇടതുമുന്നണിയും UDF ഈ മണ്ഡലത്തെ അവഗണിച്ചു എന്നതാണ് വോട്ടർമാരുടെ വികാരമായിട്ട് അവർ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. പറഞ്ഞോളൂ. ബഹളം വെക്കരുത്. അതിനകത്തൊന്ന് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളത് കുറെ കൂടി വസ്തുത. അതിനെ സംബന്ധിച്ച് ഇപ്പോ ഇന്ന് സുപ്രീം കോടതി നിരീക്ഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ ഏപ്രിൽ 1-ാം തീയതി ഞങ്ങൾ കൊടുക്കാനുള്ള പണത്തിന്റെ പകുതിയെങ്കിലും കൊടുത്തു തീർക്കും. ഏപ്രിൽ 1-ന് എന്നാ പ്രഖ്യാപിച്ചേക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞേക്കുന്നതാണ്. ഇത് ഈ അലമ്പൊക്കാന്ന് ഗോവൻ ചേട്ടൻ നിങ്ങൾ അലമ്പുണ്ടാക്കാന്ന് അലമ്പുണ്ടാക്കി തടസ്സപ്പെടുത്താന്ന് പറയാം. ബാക്കി പറയാം. ഈ പെൻഷൻ കൊടുക്കുന്നതിൽ ഈ കേന്ദ്ര ഗവൺമെന്റ് നികുതി വരുമാനത്തിലും മറ്റു വരുമാനത്തിലുമായി ഈ സംസ്ഥാന ഗവൺമെന്റ് തരാനുള്ള 57,000 കോടിയിലധികം രൂപയാണ്. കണക്ക് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെന്ന് നെല്ല് സംഭരിച്ച വകയിൽ 1,273 കോടി രൂപ. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വകയിൽ സർക്കാരിന് ഒരൊറ്റ വാദമേ ഉള്ളൂ. 13,508 കോടി രൂപ. ആ 13,208 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകണം. കൂടാതെ ഒരു 21,000 കോടി രൂപ കൂടെ കിട്ടണം. തീരുമാനമായില്ല. 13,508 അത്രേ ഉള്ളൂ. കടമെടുക്കാനുള്ള അനുമതി തരണമെന്ന് പറഞ്ഞാൽ അറിയോ? കേന്ദ്ര ഗവൺമെന്റ് ഈ പൈസ കൊടുക്കാനുണ്ട്. ആ കടമെടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ വരും പോലെ തിരിച്ചു കൊടുത്തോളാം. ഇതാണ് സംസ്ഥാന ഗവൺമെന്റ് വാദം. ആ വാദമാണ് നിലനിൽക്കുന്നത്. 2, ആ വാദം ഈ കേന്ദ്ര ഗവൺമെന്റ് ആണ് നികുതി വരുമാനത്തിൽ പണം കൊടുക്കാത്തതുകൊണ്ടാണ് പെൻഷൻ കൊടുക്കുന്നത്. ആ പെൻഷൻ കൊടുക്കാത്തതിനെതിരായി കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗം പാർലമെന്റ് സഭയ്ക്കകത്ത് പറഞ്ഞോ? ഇത്ര വികാരം കൊള്ളുന്ന കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗം പറഞ്ഞോ? എന്താ പറയാത്തത്? ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുപടി പറയട്ടെ. ഞങ്ങളുടെ പ്രവർത്തകരെ, കേരളത്തിലെ ഞങ്ങളുടെ ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസ്സുകാരെ, KSUക്കാരെ തെരുവിൽ ചെടിച്ചട്ടി വെച്ച് തലയടിച്ചു പൊട്ടിക്കുമ്പോൾ
ഞാൻ പറയട്ടെ. പാർലമെന്റിനകത്ത് ചോദ്യം ഉന്നയിച്ചോ? ആ സർക്കാരുമായി ചേർന്ന് സമരം ചെയ്യാൻ, ആ സർക്കാരുമായി ചേർന്ന് സമരം പ്രവീൺ ചെയ്യാൻ ചോദിക്കുന്നത് യുഡിഎഫിന് മനസ്സിലായി. അതായത് ഈ പ്രവീണിനെ പോലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പൂച്ചെട്ട് വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ആ പ്രതിപക്ഷവുമായിട്ട് എങ്ങനെയാണ് ചേർന്ന് പോവുക എന്നതാണ് ചോദ്യം. ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ നടക്കുന്നത് അത് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ മറുപടി പറയട്ടെ. ജെയിംസ് പറഞ്ഞോ. പറയട്ടെ. പറഞ്ഞോ. അതിനകത്തൊരു പ്രശ്നം, ഈ ഘട്ടത്തിൽ എങ്ങും പെൻഷൻ കൊടുക്കുന്ന പോട്ടെ, ഈ ഇത്രയും തുക കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് തരാനുണ്ട്. ഒരു ഘട്ടത്തിലും കോൺഗ്രസ് പറയട്ടെ, ഈ കേരളത്തിലെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളുടെ യോഗം മുഖ്യമന്ത്രി ചേർന്നു പറഞ്ഞു. കേരളത്തിന്റെ ഈ മുഖ്യമന്ത്രി യോഗം ചേർന്നിട്ട് അവരോട് പറഞ്ഞു, നമ്മൾ വിവിധ രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരാകാം, പക്ഷെ കേരളത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം. ഇത്രയധികം കോടിയിലധികം രൂപ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പൂച്ചെട്ട് അടിച്ചപ്പോ കണ്ടില്ലല്ലോ. അപ്പോ ആ കേന്ദ്രത്തിൽ പോയി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനായി ബിജെപിക്കെതിരായി സമരം ചെയ്യാനുള്ള ആംബിയർ കോൺഗ്രസ് കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾ നാട്ടില് സമരം ചെയ്യാൻ പറയാം. നോക്കൂ, യൂത്ത് കോൺഗ്രസിനെയും ഇന്ത്യയിൽ 1982-ൽ 2004-ൽ 61 എംപിമാരുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് ഇന്ന് 3 എംപിമാർ മാത്രമാണ് ഇന്ത്യൻ പാർലമെന്റിൽ. കോൺഗ്രസ് എവിടെ? അധികാരം ഉണ്ടായിരുന്ന കോൺഗ്രസ് എവിടെ? കോൺഗ്രസ് എത്ര സംസ്ഥാനത്തിലുണ്ട്? ഞങ്ങൾക്കുണ്ട്. അധികാരം ഉണ്ടായിരുന്ന കോൺഗ്രസ് എവിടെ?